ഞങ്ങളുടെ ഭാഗവതം എന്നുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അറിയിക്കുന്നു. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഃ കദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാൽ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽസൂരയാ. തേജോ വാര്യമൃദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം നമ്പർ 22 ശ്ലോകം, അതായത് ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 17 അധ്യായത്തിൽ 22 ശ്ലോകം മുതൽക്കാണ് നമ്മൾ ഇന്ന് ഇവിടെ വായിക്കാനായിട്ട് പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. ഹരേ കൃഷ്ണ. ശ്രീരാജോവാചാം. 21 ശ്ലോകമാണ്. ശ്രീസൂത ഉവാചാം ഏവം ധർമ്മേ പ്രവദതി സ സമ്രാട് ദ്വിജസത്തമാഃ സമാഹിതേന മനസാ വിഖേത പര്യചഷ്ടതം. ഏവം ധർമ്മേ പ്രവദതി സഹ സമ്രാട് ദ്വിജസത്തമാഃ സമാഹിതേന മനസാ വിഖേത പര്യചഷ്ടതം. അതായത് സൂതഗോസ്വാമി പറയാണ്, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ, അതാ യമദേവൻ്റെ സംഭാഷണം ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ച് കേട്ട സമയത്ത് പരീക്ഷിത്ത് മഹാരാജാവ് ഇങ്ങനെ മറുപടി പറഞ്ഞു. അതായത് ഈ ധർമ്മത്തിൻ്റെ പ്രതിരൂപമായിട്ടുള്ള ഈ കാളയുടെ പ്രസ്താവന തത്വശാസ്ത്രപരമായിട്ട് പിന്നെ വിജ്ഞാനം കൊണ്ട് പരിപൂർണമായത് കൊണ്ടാണ് ഈ കാളയുടെ ദുഃഖങ്ങൾ സാധാരണമല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. ഇത് കേട്ട സമയത്ത് രാജാവ് ധാർമ്മികമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് രാജാവ് വളരെ സന്തുഷ്ടനായി എന്നാണ് പറയുന്നത്. ഭഗവാന്റെ നിയമത്തിനെ കുറിച്ചിട്ട്, അനുശാസനങ്ങളെ സംബന്ധിച്ച് ശരിക്കും അറിവില്ലാത്ത ഒരാൾക്ക് തത്വശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെ സ്പർശിച്ചുകൊണ്ട് സംസാരിക്കാൻ സാധിക്കില്ല എന്നാണ്. അതായത് ധർമ്മരാജാവിന് അതായത് ഈ പരീക്ഷിത്ത് മഹാരാജാവിനും ധർമ്മരാജാവിനും ഒരേപോലെയുള്ള ബുദ്ധി സൂക്ഷ്മതയാണുള്ളത് എന്നുള്ളത് കൊണ്ട് പരീക്ഷിത്ത് മഹാരാജാവിന് മറുപടി പറയാൻ
ധർമ്മരാജാവിൻ്റെ കാളയുടെ ചോദ്യങ്ങൾക്ക് അതിനനുസരിച്ച് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ടായില്ല എന്നാണ്. രാജോവാച ധർമ്മം പ്രവേശി ധർമ്മജ്ഞ ധർമ്മോസ്യ വൃഷരോപദ്രക് യഥധർമ്മകൃതസ്ഥാനം സൂചകസ്യാപി തദ്ഭവേൽ. ധർമ്മം ബ്രവീഷി ധർമ്മജ്ഞ ധർമ്മ അസി വൃഷരൂപദൃക് യത് അധർമ്മകൃതഃ സ്ഥാനം സൂചകസ്യ അപി തത് ഭവേൽ. അതായത് കാളയുടെ രൂപത്തിലുള്ള അങ്ങ്, രാജാവ് പറയാണ്, കാളയുടെ രൂപത്തിലുള്ള അങ്ങ് ധർമ്മത്തിനെ വേണ്ട വിധത്തിൽ അറിഞ്ഞിട്ടുള്ള ആളാണ്. അതായത് ഒരാൾ അപരാധം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂചകസ്യാപി തൽ ഭവേൽ എന്നാണ് പറയുന്നത്. അത് സൂചിപ്പിക്കുന്ന ആൾക്കും അതിനെക്കുറിച്ച് പറയുന്ന ആൾക്കും അധർമ്മത്തിൻ്റെ ഒരു പാപം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാപം ചെയ്തു എന്ന് പറഞ്ഞ ആൾക്കും പാപത്തിൻ്റെ അംശം അനുഭവിക്കേണ്ടതായിട്ട് വരും. ധാർമ്മികമായുള്ള കാര്യം ഒരാൾ ചെയ്താൽ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂചകസ്യാപി ഭവേൽ. അപ്പോൾ അവർക്ക് അതിൻ്റെ ഗുണങ്ങളും ലഭിക്കും. പാപത്തിനെ സൂചിപ്പിച്ചാൽ പാപം ലഭിക്കും, ധർമ്മത്തിനെ സൂചിപ്പിച്ചാൽ അതും ലഭിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കഥ പറഞ്ഞ അതിശീല പ്രഭുപാദർ പറയുന്നു, യേശുക്രിസ്തുവിനെ അദ്ദേഹം നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്തത്, ലോകത്തിന് ഉപകാരപ്രദമായ കാര്യങ്ങൾ മാത്രമാണ് ചെയ്തത്. അപ്പോൾ അത് പകരമായിട്ട് അദ്ദേഹത്തിനെ കുരിശിൽ തറച്ച് വധിക്കാനായിട്ട് നിയമം വന്ന സമയത്ത് അദ്ദേഹത്തിന് ആ പാപം ചെയ്തവരോട്, ആ തെറ്റ് ചെയ്തവരോട് പ്രത്യേകിച്ച് ഒരു പരിഭവം ഉണ്ടായിരുന്നില്ല. ആ ശിക്ഷ അദ്ദേഹം സ്വന്തം മനസ്സോടുകൂടെ സ്വീകരിച്ചു, യേശുക്രിസ്തു എന്നാണ്. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികളെയും, അതായത് വിപരീതമായിട്ടുള്ള അവസ്ഥകളെയും ഒരു ഭക്തൻ സഹിക്കുമെന്നാണ് പറയുന്നത്. എത്ര കണ്ട് ഭക്തൻ സഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഭഗവാന്റെ അനുഗ്രഹത്തിനും തീവ്രത വർദ്ധിച്ചു വരും. ഭക്തൻ ഭഗവാന്റെ കൈകളിൽ പൂർണ്ണമായും സുരക്ഷിതനാണ് എന്ന് ആചാര്യന്മാർ അതിനെക്കുറിച്ചിട്ട് പറയാറുണ്ട് എന്നാണ്. അപ്പോൾ അവസാനം ഇങ്ങനെ കലി ഉപദ്രവിച്ചിട്ട് പോലും ആ കാള അതിന് പരാതി പറഞ്ഞില്ല. അപ്പോൾ കാളയുടെ അസാധാരണമായിട്ടുള്ള പെരുമാറ്റത്തിൽ നിന്നും കാള ധർമ്മരാജാവാണ് എന്നുള്ള തീരുമാനത്തിൽ രാജാവ് എത്തിച്ചേർന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇത്ര സൂക്ഷ്മമായ സങ്കീർണതകളെക്കുറിച്ചിട്ട് മനസ്സിലാക്കാൻ രണ്ടുപേർക്കും രാജാവിനും പറ്റില്ല, കാളയ്ക്കും പറ്റില്ല എന്നാണ്. 23-ാമത്തെ ശ്ലോകം. അഥവാ ദേവമായായ നൂനം ഗതിരഗോചര ചേതസോ വചസാപി ഭൂതാനാമിതി നിശ്ചയം. അഥവാ ദേവമായായ നൂനം ഗതിരഗോചര ചേതസോ വചസാപി ഭൂതാനാമിതി നിശ്ചയ. അഥവാ ദേവമായായ നൂനം ഗതി അഗോചര ചേതസഃ വചസഃ ച അപി ഭൂതാനാം ഇതി നിശ്ചയഃ. അതായത് ഇങ്ങനെ ഭഗവാന്റെ ശക്തികൾ അചിന്ത്യമായിട്ടുള്ള അവസ്ഥയിലാണ്. മാനസികമായിട്ടുള്ള ഊഹാപോഹങ്ങളിൽ കൂടെയോ വാക്കുകളിൽ കൂടെയോ ഒന്നും ആർക്കും അതിനെ നിരൂപണം ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ്. എല്ലാത്തിൻ്റെയും പരമമായിട്ടുള്ള അതിൻ്റെ കർത്താവ്, ചെയ്യുന്ന ആൾ, ഉടമസ്ഥൻ ഭഗവാനാണ് എന്ന് ഭക്തന് വ്യക്തമായിട്ടറിയാം. ഒരു പക്ഷേ പറഞ്ഞ കർമ്മികളായിട്ടുള്ള ആളുകളെ എന്തുകൊണ്ടാണ് ഭക്തൻ തിരിച്ചറിയാത്തതെന്ന് ചോദ്യം വരാം. അതായത് പരമമായിട്ടുള്ള ഈശ്വരൻ ഭഗവാനാണ് എന്നുള്ളത് കൊണ്ട് താൻ ഒരു അറിവില്ലാത്ത ആളാണോ എന്നുള്ളത് ഒരിക്കലും വിചാരിക്കരുത്. സർവ്വതും തൻ്റെ നിയുക്തമായ ശക്തി അഥവാ ഭൗതിക ശക്തി നിർവഹിക്കപ്പെടുന്നതാകയാൽ ഭഗവാൻ അത് നേരിട്ട് ഉത്തരവാദിയല്ല.
മായാശക്തിയാണ് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഭൗതിക ശക്തി ഭഗവാന്റെ പരമാധികാരത്തെക്കുറിച്ചുള്ള സന്ദേഹങ്ങളെ സദാ ഉത്തേജിപ്പിക്കുകയാണ് ഭൗതിക ശക്തി. അതായത് ഭഗവാന്റെ പരമാധികാരത്തെക്കുറിച്ച് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും സംശയം തോന്നിക്കാൻ ഭൗതിക ശക്തി ചെയ്യണത് എന്നാണ്. ഭഗവാന്റെ അനുമതി ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല എന്നുള്ളത് ആ ധർമ്മദേവന് കാളയ്ക്ക് വ്യക്തമായിട്ടറിയാം. അതാണ് കാള ഒരാളെയും കുറ്റപ്പെടുത്താതിരുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. 24-ാമത്തെ ശ്ലോകം. തപശൗചം ദയാ സത്യമിതി പാദാകൃതേ കൃതഃ ധർമാംശൈസ്ത്രയോ ഭഗ്നഃ സ്മയസംഗമതൈസ്തവാം. തപഃ ശൗചം ദയാ സത്യം ഇതി പാദാഃ കൃതേ കൃതഃ അധർമാംശൈഃ ത്രയഃ ഭഗ്നഃ സ്മയസംഗമതൈഃ തവ. അതായത് സത്യയുഗത്തിൽ, കൃതയുഗത്തിൽ തപസ്, ശൗചം, വൃത്തി, ദയാ, സത്യം, 4 ധർമ്മത്തിൻ്റെ 4 പാദങ്ങൾ ഏതൊക്കെയാണ്? അതായത് വൈരാഗ്യം, ശൗചം, ദയാ, സത്യം എന്നുള്ളത്. അത് സത്യയുഗത്തിൽ 4 പാദങ്ങളും പൂർണ്ണമായിരുന്നു. കാളയുടെ ധർമ്മത്തിൻ്റെ 4 പാദങ്ങളും പൂർണ്ണമായിരുന്നു. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ, മറ്റുള്ള ആ യുഗങ്ങൾ വരുന്ന സമയത്ത്, ത്രേതായുഗം, പിന്നെ ദ്വാപരയുഗം, കലിയുഗം, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അഹങ്കാരം, സ്ത്രീകളോടുള്ള അതിയായിട്ടുള്ള കാമം, എന്താണ് സ്മയസംഗമതൈസ്തവ, ലഹരി, ഈ രൂപത്തിലുള്ള ഇത് ഉപയോഗിക്കുമ്പോൾ അധാർമികത വരുന്നു. അങ്ങനെ എന്താണ് കാമം, ലഹരി, അഹന്ത, കാമം, ലഹരി എന്നുള്ള 3 കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് 3 പാദങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ഒരേ ഒരു പാദത്തിലാണ് നിൽക്കുന്നത് എന്നാണ്. മായയെ മോഹിപ്പിക്കുന്ന ആകർഷണത്തിൻ്റെ ഇരകളായി നിബന്ധിക്കുന്ന ജീവാത്മാക്കൾക്ക് അനുപാതികമായിട്ട് ജീവാത്മാക്കളിൽ മായാശക്തി, അത് മായിക ശക്തി പ്രവർത്തിക്കുന്നു. ഈയാമ്പാറ്റകൾ തീനാളങ്ങളുടെ കാന്തിയിൽ മോഹിതരായി അഗ്നിക്കിരയായി തീരുന്നു. അതുപോലെ മതിവിഭ്രമമാകുന്ന അഗ്നിക്കിരയായി തീരാൻ ബദ്ധാത്മാക്കളെ മായാശക്തി സദാ മോഹിപ്പിക്കുന്നു, പ്രേരിപ്പിക്കുക ചെയ്യണത്. ബദ്ധാത്മാക്കൾ മതിവിഭ്രമത്തിന് ഇരകളായി തീരരുതെന്നും മായിക ശക്തിയിൽ നിന്നും സ്വതന്ത്രരാകണമെന്നും വേദശാസ്ത്രങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. അജ്ഞതയുടെ അന്ധകാരത്തിലേക്ക് ചലിക്കരുതെന്നും, അതാണ് തമസോമാ ജ്യോതിർഗമയ ആണ്. എന്താണ് ഇത്? തമസോമാ ജ്യോതിർമൃത്യോമാ അമൃതംഗമയ എന്നാണ്. അതായത് തമസിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരട്ടെ, മരണത്തിൽ നിന്നും അമൃതത്വത്തിലേക്ക് വരട്ടെ എന്നാണ് വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നത് എന്നാണ്. അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഇതാണ് ആപ്തവാക്യം, അതാണ് എന്നാണ്. അതായത് വൈരാഗ്യം, ബുദ്ധി, ദയാ, സത്യം ഇത് 4 ഉള്ളവർക്ക് മാത്രമേ ആത്മസമർപ്പണം സാധിക്കുള്ളൂ ഭഗവാന്റെ മുമ്പിൽ എന്നാണ്. ഇത് സ്തുത്യർഹമായിട്ടുള്ള ലക്ഷണങ്ങളാണ്. ഓരോ മനുഷ്യൻ പ്രായോഗിക ജീവിതത്തിൽ യോഗ്യരായ ഒന്നാന്തരം ബ്രാഹ്മണ ശ്രേഷ്ഠരായിരുന്നു. ആ യുഗത്തിൽ, സത്യയുഗത്തിൽ അങ്ങനെയായിരുന്നു. മാത്രവുമല്ല സാമൂഹ്യ ജീവിത വ്യവസ്ഥിതികളിൽ അവരെല്ലാം പരമഹംസന്മാരുമായിരുന്നു. സാംസ്കാരികമായി മാനവരെല്ലാം തന്നെ മായാശക്തി അധീനരല്ലാതായിരിക്കുന്നു. അത്തരം സ്വഭാവശുദ്ധിയുള്ള കരുത്തരായ മനുഷ്യർ മായയുടെ മുഷ്ടിബന്ധനത്തിൽ നിന്നും സ്വതന്ത്രനാകാൻ തക്ക കെൽപ്പുള്ളവരായിരുന്നു. അതായത് മായയുടെ ബ്രാഹ്മണ ശ്രേഷ്ഠരായിട്ടുള്ളവർ പ്രായോഗിക ജീവിതത്തിൽ, കൃതയുഗത്തിൽ അങ്ങനെയായിരുന്നു. അതായത് അവരൊക്കെ സാത്വികമായ ഗുണമുള്ളവരായതുകൊണ്ട് തന്നെ അവർക്ക് വൈരാഗ്യം, ശുദ്ധി, ദയാ, സത്യം ഇതെല്ലാം പൂർണ്ണമായിരുന്നത് കൊണ്ട് അവർക്ക് ഒരിക്കലും മായ ബാധിച്ചിരുന്നില്ല എന്നാണ്. ഇപ്പോൾ എന്താണ് കലിയുഗത്തിൽ 5 വയസ്സില്ലാത്തവർ പോലെ അഹങ്കരിക്കണം, ഞാൻ അങ്ങനെയാണെന്ന് പറഞ്ഞ് അഹങ്കരിക്കണം. അപ്പം അതുകൊണ്ട് അങ്ങനെ വരുന്നതോട് കലിയുഗത്തിൽ വൈരാഗ്യം, ബുദ്ധി, ദയാ, സത്യസന്ധ തത്വങ്ങൾ
ഈ തത്വങ്ങളൊന്നും ഉൾക്കൊള്ളാൻ ആർക്കും സാധിക്കില്ല. എല്ലാം പുനഃസ്ഥാപിക്കണം എന്തെങ്കിലും ഭാഗവത തത്വങ്ങൾ അതിനെ അറിയുന്നതോട് കൂടിയിട്ട്, ഭഗവാന്റെ മഹിമ അറിയുന്നതോട് കൂടിയിട്ട് നമ്മൾക്ക് ഈ 4 തത്വങ്ങളും ധർമ്മത്തിൻ്റെ തത്വങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്നാണ് ഇവിടെ ആചാര്യന്മാർ പറയുന്നത്. 25-ാമത്തെ ശ്ലോകം. ഇദാനീം ധർമ്മപാദസ്ഥേ സത്യം നിർവർത്തയതി യഥാ തം ജിഘൃക്ഷിത്യ ധർമ്മോയം അനൃതേന ഐധിത കലി. ഇദാനീം ധർമ്മപാദഃ തേ സത്യം നിർവർത്തയേത് യതഃ തം ജിഘൃക്ഷതി അധർമ്മഃ അയം അനൃതേന ഐധിത കലി. സത്യം എന്ന ഏകപാദത്തിൽ നിന്നാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒറ്റ പാദത്തിലാണ് ഇപ്പോൾ ഈ കാള നിൽക്കുന്നത്, ധർമ്മം നിൽക്കുന്നത്. അപ്പോൾ മുടന്തി നടക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഓരോ നിമിഷവും ചതി മാത്രമേ ഉള്ളൂ ഈ കലിക്ക് എന്നാണ് പറയുന്നത്. ഈ കലി ആ ബാക്കിയുള്ള ഒരു പാദത്തിനെ കൂടി നഷ്ടപ്പെടുത്താനായിട്ട് അടിച്ചോടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ വിരക്തി എങ്ങനെ ഉണ്ടാവുക? ഭൗതികമായൊരു കാര്യം ഉപയോഗിച്ച് അത് സാധിക്കാൻ വേണ്ടിയിട്ട് ഉപവാസം ചെയ്യുന്നത് മഹാവിഡ്ഢിത്തമാണ് എന്നാണ് പറയുന്നത്. ദണ്ഡനാർഹമാണ്. ശുദ്ധി മനസ്സിനും ശരീരത്തിനും അത്യാവശ്യമാണ്. ശാരീരിക ശുദ്ധി ഒരു പരിധിവരെ സഹായിക്കുമെങ്കിലും മനഃശുദ്ധിയാണ് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഭഗവാനെ പ്രകീർത്തിക്കുന്നതിലൂടെയാണ് അത് സാധ്യമാകുന്നത്. ഭഗവാന്റെ മഹാത്മ്യങ്ങളെ എങ്ങനെ മനസ്സ് ശുദ്ധമാവാം? ഭഗവാന്റെ മാഹാത്മ്യത്തിനെ കീർത്തിക്കുന്നവർ. ഭഗവാന്റെ മഹാത്മ്യം കീർത്തിക്കാതെ ഒരാളുടെ മനസ്സും ശുദ്ധമാവില്ല. ഭഗവാന്റെ ദിവ്യമായ നാമങ്ങളെ ജപിക്കാതെ ഒരാളുടെ മനസ്സും പരിശുദ്ധമായിട്ട് മാറുന്നില്ല എന്നാണ് ഇവിടെ ആചാര്യന്മാർ പ്രത്യേകം സൂചിപ്പിക്കുന്നത്. കലിയുഗത്തിൽ മാനവ സംസ്കാരത്തിൻ്റെ പരിണിത ഫലം എന്താണ്? എപ്പോഴും തൃപ്തിയില്ലാത്ത അവസ്ഥ, എപ്പോഴും തൃപ്തിയില്ലാത്ത അവസ്ഥ, സമാധാനം സംതൃപ്തമായ അവസ്ഥ ഇല്ലാതെ, സന്തോഷമില്ലാതിരിക്കുക എന്നാണ്. എല്ലാവരും മനഃശാന്തിക്ക് വേണ്ടി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ മനഃശാന്തിക്ക് വേണമെങ്കിൽ എന്ത് വേണം? മനസ്സിൽ ഭഗവാനെ കൊണ്ടുവരണം, ഭഗവാന്റെ തിരുനാമങ്ങൾ കൊണ്ടുവരണം, ഭഗവാന്റെ ലീലകൾ മനസ്സിൽ നിറയണം. അപ്പോഴേ മനസ്സ് പരിശുദ്ധമായിട്ട് തീരുള്ളൂ എന്നാണ്. സ്ത്രീകളോടുള്ള അതിയായ അഭിനിവേശം കാമാസക്തി പരിശുദ്ധിയെ നശിപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ ഇതെന്താ പറയണത്? സ്ത്രീകളോടുള്ള അമിതമായിട്ടുള്ള അഭിനിവേശം നമ്മളുടെ പരിശുദ്ധിയെ നശിപ്പിക്കുന്നു. ലഹരിയോടുള്ള ആസക്തി, ലഹരി ഉപയോഗിക്കുന്നതിനുള്ള ആസക്തി നമ്മുടെ ദയയെ ഇല്ലാതാക്കുന്നു. ദുഷ്പ്രചരണം കള്ളം പറയുന്ന ശീലം സത്യസന്ധതയെ ഇല്ലാതാക്കുന്നു. സർവ്വവിധ തിന്മകളിലും നിപതിച്ച് കഷ്ടപ്പെടുന്ന അഥവാ പീഡിതരാകുന്ന മാനവ സംസ്കാരത്തെ രക്ഷിക്കുന്നതിന് ഭാഗവത ധർമ്മം ധർമ്മ പുനരുത്ഥാനത്തിന് കഴിയുന്നു. ഭാഗവതധർമ്മത്തിന് മാത്രമേ എല്ലാവരെയും രക്ഷിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് ശ്രീല പ്രഭുപാദർ തൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുള്ളത്. 26-ാമത്തെ ശ്ലോകം. ഇയം ച ഭൂമിർഭഗവത ന്യാസിനോരുഭരാസതി ശ്രീമൽഭിൽപദന്യാസേ സർവതകൃതകൗതുകാം. ഇയം ച ഭൂമിർഭഗവതാം ന്യാസിതോരുഭരാസതി ശ്രീമൽഭിസ്തൽപദന്യാസേ സർവതകൃതകൗതുകാം. ഇയം ച ഭൂമിഃ ഭവതാ ന്യാസിതഃ ഉരുഭരാ സതി ശ്രീമൽഭി തൽപദന്യാസൈഃ സർവതഃ കൃതകൗതുകാം. അതായത് പരമദൈവോത്തമനായിട്ടുള്ള പുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാനും ഭഗവാന്റെ ഭക്തന്മാരും ഒന്നിച്ചു ചേർന്നിട്ട് ഭൂമിയുടെ ഭാരം മുഴുവൻ ഇല്ലാതാക്കി, ലഘൂകരിച്ചു ഭൂമിയുടെ ഭാരം എന്നാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ അവതാരമായി ഭൂലോകത്ത് സന്നിഹിതനായിരുന്നപ്പോൾ ശുഭകരമായ സ്വന്തം പാദമുദ്രകളാൽ ഭഗവാൻ തൻ്റെ ദിവ്യമായിട്ടുള്ള സർവമംഗളങ്ങളും സംഭവിപ്പിച്ചു എന്നാണ്. ശോരത്യശ്രുകലാസാധി ദുർഭഗേവോൻഷിതാ സതി അബ്രഹ്മണ്യാനുഭവ്യാജാ ശൂദ്രാ ഭോക്ഷ്യന്തി മാമിതി.
അതായത് ശോചതി അശ്രുകല സാധ്വി ദുർഭഗ ഇവ ഉജ്ജിഹിത. ഉജ്ജിഹിത പറഞ്ഞാൽ നിരാലംബനമായിട്ടുള്ളത്, ആലംബനമില്ലാത്ത, ആശ്രയിക്കാൻ ആളില്ലാത്ത. സതി അബ്രഹ്മണ്യ നൃപ വ്യാജാഹ ശൂദ്രഃ ഭോക്ഷ്യന്തി മാം ഇതി. അതായത് ഭഗവാൻ ഈ ഭൂമിയെ ഉപേക്ഷിച്ചത് കൊണ്ടാണ്, പശുവിനെ ഉപേക്ഷിച്ചത് കൊണ്ടാണ് വല്ലാതെ ഉത്കണ്ഠയോടുകൂടി പശു കണ്ണിൽ കണ്ണീരണിഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. തൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് പശു അങ്ങനെ വിലപിക്കുന്നില്ല. മാത്രമല്ല ഭരണാധികാരിയായി നയിക്കുന്ന അഥവാ രാജാവായി കപടവേഷം ധരിച്ച ഒരു ശൂദ്രൻ അവളെ ഉപദ്രവിച്ച് ആനന്ദിക്കുകയും അവളെ ഭരിക്കുകയും ചെയ്യുന്നു. ഭാവിയെക്കുറിച്ച് ഓർത്തിട്ട് വിലപിക്കുകയാണ്. ആര്? ഈ കാളയുടെ അവസ്ഥ ഓർത്തുകൊണ്ട് പശു വിഷമിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ മാത്രമല്ല ഭരണാധികാരിയായി നടിക്കുന്ന രാജാവിൻ്റെ കപടവേഷം ധരിച്ച ഒരു ശൂദ്രൻ അവളെ ഉപദ്രവിച്ച് ആനന്ദിക്കുകയും അവളെ ഭരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പശുവിനെ ഉപദ്രവിക്കുന്നുണ്ട്, അവളുടെ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നാണ്. അപ്പോൾ ക്ഷത്രിയനെ അഥവാ ക്ലേശം അനുഭവിക്കുന്നവരെ സംരക്ഷിക്കാൻ തക്ക യോഗ്യതയുള്ളവനെ രാജ്യമാരെ ഭരിക്കുക, ക്ഷത്രിയന്മാരാണ് ഭരിക്കുക. അവർക്ക് ജനങ്ങളെ വേണ്ട വിധത്തിൽ ബുദ്ധിമുട്ടില്ലാതെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ക്ഷത്രിയന്മാരാണ് രാജ്യഭാരം സ്വീകരിക്കുന്നത്. പരിശീലനം ശ്രദ്ധിക്കാത്ത നീചകുലത്തിൽ ജനിച്ചവരെ, ശൂദ്രരെ, ക്ലേശിക്കുന്നവരെ സംരക്ഷിക്കാൻ ആഗ്രഹമില്ലാത്തവരെ ഇവരൊന്നും ഭരണാധികാരികളായിട്ട് നമ്മൾ അധികാരത്തിൽ കയറ്റരുത് എന്നാണ്. അല്ലാത്തവരെന്താ ചെയ്യാം? കലിയുഗത്തിൽ ശരിയായ ശിക്ഷണം സിദ്ധിക്കാത്ത നീചകുലത്തിൽ പെട്ടിട്ടുള്ളവരെ വോട്ടിൻ്റെ സ്വാധീനം കൊണ്ട് അവർ വലിയ വലിയ പദവിയിലേക്ക് എത്തിച്ചേരും. അങ്ങനെ വ്യക്തികൾ ക്ലേശിക്കുന്നവരെ സംരക്ഷിക്കുന്നതിന് പകരം അവർക്ക് വലിയ ഭാരങ്ങൾ, വലിയ നികുതി ഭാരങ്ങൾ അതൊക്കെ അവർ തലയിൽ ചുമത്തും. അതാണ് അത്തരം ഭരണാധികാരികൾ പ്രജകളുടെ സുഖം വിലയായി നൽകി അവരുടെ സ്വന്തം ഇന്ദ്രിയ പൂരണം നിയമവിരുദ്ധമായി നിർവഹിക്കുന്നു. ഭരണാധികാരികൾ എന്താ ചെയ്യുക? പ്രജകളുടെ സുഖം, പ്രജകൾക്ക് അനുഭവിക്കേണ്ട സുഖം അതെല്ലാം അവർ തട്ടിയെടുക്കുന്നു. എന്നിട്ട് അവർ നിയമവിരുദ്ധമായിട്ട് എല്ലാ സുഖങ്ങളും അനുഭവിക്കണം. ആകയാൽ സുപുത്രന്മാരുടെ നിഷേധങ്ങളുടെയും പരിതാപകരമായ അവസ്ഥ കണ്ട് സാധ്യമായ ഭൂമിദേവി വിലപിക്കുന്നു. ഇത് കണ്ടുകൊണ്ടാണ് ഭൂമിദേവി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ആ ധർമ്മം അത്യന്തം പ്രബലമായി മുൻകൈ ആർജിക്കുമ്പോൾ കലിയുഗത്തിൻ്റെ ഭാവി അപ്രകാരമായി തീരുന്നു. അധാർമിക പ്രവണതകളെ നിയന്ത്രിക്കാൻ അഥവാ നിരോധിക്കാൻ തക്ക കൽപ്പുള്ള ഭരണാധികാരിയുടെ അഥവാ ഉത്തമ രാജാവിൻ്റെ അഭാവത്തിൽ ശ്രീമൽ ഭാഗവത പ്രബോധനങ്ങൾ ക്രമാനുഗതമായി അഭ്യസിക്കുമെന്നതിലൂടെ അഴിമതി, കൊള്ള മുതലായവയാൽ സജ്ജമാകുന്ന സങ്കീർണമായ അന്തരീക്ഷം പ്രകാശമാനമാകും. ഇപ്പോൾ നമ്മൾക്ക് അഴിമതി, കൊല ഇതൊക്കെയാണുള്ളത്. അപ്പോൾ നമ്മൾ കലിയുഗത്തിൻ്റെ ഭാവി എങ്ങനെയായിത്തീരാൻ സാധിക്കാം? അധാർമികമായ പ്രവണതകളെ നിയന്ത്രിക്കാൻ ഭരണാധികാരി ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കൊള്ള, കോഴ അത് മുഴുവൻ ബുദ്ധിമുട്ടുകൾ മുഴുവൻ ഇല്ലാതായി തീർന്നിട്ട് സാധാരണ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. 28ാമത്തെ ശ്ലോകം. ഇതി ധർമ്മം മഹിം ദൈവ സാന്തയിത്വാ മഹാരഥാ നിശാതമാദതേ ഖഡ്ഗം കലയേ ധർമ്മഹേതവേ ഇതി ധർമ്മം മഹിം ചൈവ സാന്ത്വയിത്വാ മഹാരഥഃ നിശാതം ആദതേ തത് ഖഡ്ഗം കലയെ അധർമ്മഹേതവേ. പരീക്ഷിത മഹാരാജാവ് എങ്ങനെയുള്ള ആളാണ്? 1000 വ്യക്തികളോട് ഒന്നിച്ച് യുദ്ധം ചെയ്യാൻ കഴിവുള്ള ആളാണ് പരീക്ഷിത മഹാരാജാവ് എന്നാണ്. എന്നിട്ട് മഹാരാജാവ് ഭൂമിദേവിയെയും ധർമ്മരാജാവിനെയും സമാധാനിപ്പിച്ചു.
എന്നിട്ട് അധർമ്മങ്ങൾക്കും കാരണക്കാരനായ കലിയെ കൊല്ലാനായിട്ട് മഹാരാജാവ് തൻ്റെ അരയിൽ നിന്നും വാള് വലിച്ചൂരി എന്നാണ്. അങ്ങനെ പരീക്ഷിത്ത് മഹാരാജാവ് കലിയെ വരച്ച വരയിൽ നിർത്തുന്ന ഭാഗമാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് നിർത്തേണ്ട സമയമായി. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവരും ഇത് കാണുക. ഇത് ഒരു തവണ വായിച്ചാൽ ഒരു പക്ഷേ മനസ്സിലായി. അസ്പഷ്ടം ദൃഷ്ട മാത്രമേ എന്നാണ് പറയണത്. ഗുരുവായൂരപ്പനെ ഒരിക്കൽ കണ്ടാൽ ഒന്നും പെട്ടെന്ന് നമുക്കൊന്നും മനസ്സിലാവില്ല. അതിനുള്ളൊരു ചൈതന്യം ഉണ്ട് എന്നുള്ളതോ നമ്മൾ പറയണതെല്ലാം അവിടുന്ന് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതോ അനുഗ്രഹം ഉണ്ട് എന്നുള്ളതൊക്കെ അനുഭവത്തിൽ കൂടെ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇതേപോലെ ശ്രീമദ് ഭാഗവതം അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കേണ്ടതാണ്. വെറുതെ ഒരു തവണ കേട്ടത് കൊണ്ട് മാത്രം നമ്മൾക്ക് മനസ്സിലാവില്ല. അയ്യോ എനിക്കിത് മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓഫ് ചെയ്ത് പോവേണ്ട കാര്യമില്ല. പുസ്തകം എടുത്ത് വയ്ക്കുക, വീണ്ടും 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 നമ്മൾ വായിച്ചു നോക്കുക, അതിൻ്റെ അർത്ഥങ്ങൾ കേട്ടു നോക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാവാതിരിക്കില്ല. ഹരേ കൃഷ്ണ. നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ.